എന്ത് പിരമിഡ് ക്ലോസ് ചെയ്തു ഗൂഗിളിൽ 5 മണി വരെ ഓപ്പൺ ആണെന്ന് കാണിക്കണ്ടല്ലോ. ഹായ് ഗൈസ്, ദിസ് ഈസ് അബി. വെൽക്കം ടു മൈ സോളോ ബാക്ക്പാക്കിംഗ് ടു ഈജിപ്റ്റ്. ഇന്നലെ രാത്രി മൊത്തം മാർക്കറ്റിൽ കറങ്ങി നടന്നുകൊണ്ട് ലേറ്റായി എഴുന്നേക്കാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സവാദിൻ്റെ കോള്, വാ പിരമിഡ് കാണാൻ പോവാം. സമയം ഏകദേശം ഉച്ചയായി. പെട്ടെന്ന് തന്നെ റെഡിയായി ഞാൻ ഇറങ്ങി. നേരെ യൂബർ ബൈക്ക് ബുക്ക് ചെയ്തു. 5 മിനിറ്റ് കൊണ്ട് തന്നെ ആളെത്തി. ഇവിടെ പിന്നെ ഹെൽമെറ്റിന്റെ ആവശ്യമേ ഇല്ല. ഒരാളെ പോലും ഹെൽമെറ്റ് വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല. കെയ്റോയിൽ നിന്ന് ഏകദേശം 40 മിനിറ്റ് ഉണ്ട് പിരമിഡ് സ്ഥിതി ചെയ്യുന്ന ഗിസയിലോട്ട്. എന്റെ പൊന്നോ, കിലോമീറ്ററുകളോളം മുന്നേ തന്നെ നമുക്ക് പിരമിഡ് കണ്ടു തുടങ്ങി. സത്യം പറയാലോ, ഇങ്ങനെ ഒരു വ്യൂ ഞാൻ എക്സ്പെക്ട് ചെയ്തതേ അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണ് മൊത്തം ഈ പിരമിഡിലായിരുന്നു. അവിടെ എത്താറായപ്പോൾ എനിക്ക് പയ്യെ നോർത്തിൻ്റെ ഫീൽ ചെയ്ത് തുടങ്ങി. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ആൾ എൻ്റെ തലയിൽ വന്ന് ഇത് കെട്ടിത്തന്നു. കെട്ടുന്നതിന് പൈസ ഒന്നുമില്ല, ഇഷ്ടപ്പെട്ടെടുത്താൽ മതിയെന്ന്. കെട്ടിയാൽ പിന്നെ ഉറപ്പല്ലേ ഇഷ്ടപ്പെടുന്നത്. ഇനിയാണ് തനി മലയാളി ആവണ്ടേ. 100 പറഞ്ഞ സാധനം 50 വാങ്ങിക്കണം, അതിലാണ് കഴിവ്. ഇതെല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോഴാണ് പ്രധാന ടെസ്റ്റ്. പിരമിഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു. റമദാൻ ആയതുകൊണ്ട് 3 മണിക്ക് ഇത് ക്ലോസ് ചെയ്തു. നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ ടൈം കണ്ടത് 5 മണി വരെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബ്ലാക്കിന് കിട്ടുമെന്നൊക്കെ നോക്കി. ഒന്നും നടക്കാതെ ആയപ്പോൾ പിരമിഡിൻ്റെ പനോരമിക് വ്യൂ കാണിക്കാമെന്ന് പറഞ്ഞ് കുതിരപ്പുറത്ത് കയറിയായിരുന്നു യാത്ര. 1000 പറഞ്ഞ സംഭവം 200 രൂപക്ക് വാങ്ങിച്ച് നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ കുതിരപ്പുറത്ത് കയറിയപ്പോഴാണ് ചെറിയൊരു ആശ്വാസമായത്. കുലുങ്ങി വിഷമമൊക്കെ പയ്യെ കുറഞ്ഞു തുടങ്ങി. പിരമിഡ് കാണാൻ വരുന്നവർ ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. ഈ പനോരമിക് വ്യൂവിൽ മാത്രമേ നമുക്ക് 3 പിരമിഡ് കൂടി ഒപ്പം കാണാൻ പറ്റുള്ളൂ. നല്ലൊരു സൺസെറ്റും കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നാളെ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സമയം നോമ്പ് തുറക്കാറായി കഴിഞ്ഞു. വഴിയെ പോകുന്ന കാറുകളെല്ലാം കൈ കാണിച്ച് ഭക്ഷണം തന്നു തുടങ്ങിയിരിക്കുന്നു. ഈജിപ്തിലെ മറ്റൊരു മനോഹരമായ ആചാരം കൂടിയാണത്. പക്ഷേ എൻ്റെ മനസ്സ് മൊത്തം ഈ പിരമിഡിൻ്റെ മുകളിലായിരുന്നു.